സ്വന്തം കാലിൽ വെടിവെക്കുക എന്ന് കേട്ടിട്ടില്ലേ? അക്ഷരാർത്ഥത്തിൽ അതാണ് മോദിക്കൂട്ടം ബീഹാർ ബന്ദിലൂടെ ചെയ്തത്. അധികം താമസിയാതെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഈ നാടകം നടത്തിയാൽ എങ്ങനെയും കടന്നുകൂടാം എന്നായിരുന്നു അവർ വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയൊരു നാടകം നടത്തിയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ് അവർ. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തി മോദിയുടെ അമ്മയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ബീഹാറിൽ നടത്തിയ നാടകം പരിപൂർണ പരാജയമായി മാറുകയാണ് ഉണ്ടായത്. പലയിടത്തും ജനങ്ങൾ ഇവരെ ആട്ടിയോടിക്കുകയും ചെയ്തു. അതുപോലെ സംഘികളുടെ തനിക്കണമായ ആക്രമണം ബീഹാറിലെ ജനതയ്ക്കെതിരെ പലയിടങ്ങളിലും ഈ കാലമാടന്മാർ അഴിച്ചുവിട്ടു. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അവലോകനം ചെയ്യാം. തന്റെ അമ്മയെ അപമാനിച്ചതുവഴി രാജ്യത്തെ എല്ലാ അമ്മമാരെയും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അപമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഡൽഹിയിലിരുന്ന് ടെലികോൺഫറൻസിലൂടെ ബീഹാറിലെ സംഘികളെ അഭിസംബോധന ചെയ്ത് കരച്ചിൽ നാടകം നടത്തുകയും അത് കേൾക്കാനെത്തിയ സംഘികളിൽ ചിലരെ നേരത്തെ പറഞ്ഞ് ചട്ടം കെട്ടി കരയിപ്പിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് ആ പടക്കം ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം വലിയ നേട്ടം ഉണ്ടാക്കാം എന്നുള്ള ധാരണയിലാണ് ഇതിനെതിരെ ബീഹാറിൽ ബന്ദ് നടത്താൻ തീരുമാനിച്ചത്. ഏതോ ഒരു ടെമ്പോ ഡ്രൈവർ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും റാലി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അവിടെ നിന്ന് മോദിയുടെ അമ്മയ്ക്കെതിരെ ആക്ഷേപവാക്കുകൾ പറഞ്ഞതിനാണ് നാണവും മാനവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മോദി ബീഹാറിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തിയത്. എന്നാൽ അവർക്ക് തക്കതായ മറുപടി കൊടുക്കുകയാണ് ബീഹാറിലെ ജനങ്ങൾ ചെയ്തത്. ഇനി സത്യസന്ധമായി നിഷ്പക്ഷമായി ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ മോദിയുടെ ക്രിമിനൽ കൂട്ടമായ BJPക്ക് ഇരട്ടയക്കം തികയ്ക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. ഈ ബന്ദിനിടെയുണ്ടായ ഇവരുടെ അക്രമ പ്രവർത്തനവും ഇവരെ നാട്ടുകാർ കളിയാക്കി വിടുന്നതുമായ ചില രംഗങ്ങൾ കണ്ടുകൊള്ളൂ. ആദ്യം ഈ സംഘികളെ ആളുകൾ ആട്ടിയോടിക്കുന്ന കുറെ വീഡിയോകൾ കാണാം. അതിനുശേഷം ഇവരുടെ ആക്രമണത്തിന്റെ വീഡിയോകളും. I know very well. It's your politics. I know. और आप लोगों को कहते हैं हम कैसे नौकरी दिए हैं? आप मेरी क्या परीक्षा लीजिएगा? हम भी PSC क्वालिफाई नौकरी किए हुए हैं। आप मेरी सर देखिए, किसी की मां के लिए आप लड़ रहे हैं, महिला के लिए लड़ रहे हैं। हम भी तो महिला हैं। कहाँ आप इतनी दूरी की मदद नहीं कर रहे हैं? आप महिला कर रहे हैं। हमें सर वेट ഇവിടെ ഒരു ടീച്ചർ ഈ സംഘികളെ പഠിപ്പിക്കുകയാണ്. എനിക്ക് നന്നായി അറിയാം ഇത് നിങ്ങളുടെ രാഷ്ട്രീയ കോമാളിത്തരമാണ് എന്ന്. ഞാൻ എങ്ങനെ ജോലി ചെയ്യണമെന്ന് എന്നോട് പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുകയോ അവർക്ക് വേണ്ടി പരീക്ഷ എഴുതുകയോ ചെയ്യുമോ? ഞാനും PSC പഠിച്ചിട്ടാണ് ജോലിക്ക് യോഗ്യയായത്. അപ്പോൾ അവരോട് ദയവായി പോയിക്കൊള്ളൂ, ഞങ്ങളെ ഇങ്ങനെ കളിയാക്കരുത് എന്ന് ഒരു തലമുതിർന്ന സംഘി പറയുകയാണ്. എന്നാൽ അവർ നിർത്താൻ തയ്യാറാകുന്നില്ല. നോക്കൂ, നിങ്ങൾ ആരുടെയോ അമ്മയ്ക്ക് വേണ്ടിയാണോ പോരാടുന്നത്? അതെയോ സ്ത്രീകൾക്ക് വേണ്ടിയാണോ? ഞാനും സ്ത്രീയാണ്. അവിടെ വന്ന് അവരുടെ കൈ പിടിച്ച് കൈകൂപ്പി ക്ഷമ ചോദിക്കുകയാണ് സംഘികളും സംഘിണികളും. എന്നിട്ടും അവർ വിടാൻ തയ്യാറാവുന്നില്ല. वेट वेट हमें मैं नौकरी करने जा रही हूँ, आप कीजिए ना कीजिए। मैं किसी राजनीति में नहीं हूँ। शिक्षक 6 लाख स्कूल में है। किस स्कूल के? मैं बैंगरा उच्च माध्यमिक विद्यालय हाई स्कूल यहाँ पे +2 की टीचर। ഞാൻ ജോലി ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. ഞാൻ ഇവിടുത്തെ ഹൈസ്കൂളിൽ നിന്നാണ് +2 പാസ്സായത്. സംഘികളുടെ വള്ളി കീറിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരോട് കൈകൂപ്പി ക്ഷമ ചോദിച്ച് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് തെരുതെരെ പറയേണ്ട ഗതികേടാണ് സംഘിക്കൂട്ടങ്ങൾക്ക് വന്നത്. ഇവിടെ വേറെ ഒരു വ്യക്തി സംഘികൾക്ക് മുഖമടച്ച് കൊടുക്കുകയാണ്. नहीं, इज्जत से बोला नहीं गया। क्या नीतीश कुमार सरकार ने छुट्टी घोषित किया है? चलिए आप लोग चलिए। क्या है तो बताइए। चलिए 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 चलिए। क्यों? जबरन नहीं, हम लोग रिक्वेस्ट करके मैसेज दिया गया कि आज बिहार बंद है। ये मैसेज गया कि बिहार बंद है। प्रधानमंत्री जी के अपमान के लिए हम लोग बैठे। ഞാൻ മര്യാദയോടെ ചോദിക്കുകയാണ്, നിതീഷ് കുമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അപ്പോൾ നേതാക്കൾ നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് അവിടെ നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്. ഞങ്ങൾ ബീഹാർ ബന്ദിന്റെ സന്ദേശം നൽകുക മാത്രമാണ് ചെയ്യുന്നത്, അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അമ്മയെ अपमानित मैसेज कल आपकी माँ को गाली देगा, बंद करवा देंगे ये लोग। रात दिन गाली गलौज बिहार में चलता रहता है। ये तानाशाही नहीं तो क्या है।
അപ്പോൾ ആ യാത്രക്കാരൻ തിരിച്ചു ചോദിക്കുകയാണ്, നാളെ നിന്റെ അമ്മയെ അപമാനിച്ചാൽ ബീഹാറിൽ ബന്ദ് നടത്തുമോ? ബീഹാറിൽ ദിനംപ്രതി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനകരമായ വാക്കുകൾ പറയുന്നു. ഇത് ഏകാധിപത്യമാണ്. ഇത് കേട്ട് സംഘികളെല്ലാം തിരിഞ്ഞോടുകയാണ്. അവർക്ക് തൃപ്തിയായി, വയറ് നിറഞ്ഞു. ഇവിടെ മറ്റൊരു യുവാവ് തന്റെ മകളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ കൊടിയും പിടിച്ചു നിൽക്കുന്ന സംഘിണിയോട് ചോദിക്കുകയാണ്, ആരോ എന്തോ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുത്തുന്നത് എന്താണ് എന്ന്. അപ്പോൾ സംഘിണിയുടെ കിളി പോയി. എന്നിട്ട് പറഞ്ഞത്, ഞങ്ങളല്ല ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്, RJDയുടെ ആളുകളാണ് എന്ന്. അപ്പോൾ ആ യുവാവ് തിരിച്ചു ചോദിച്ചു, RJDയുടെ ആളുകളാണോ ഈ കൊടിയും പിടിച്ച് നിൽക്കുന്നത് എന്ന്. അപ്പോൾ സംഘിണി തിരിഞ്ഞോടി. ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു മൂത്ത സംഘിയെ കളിയാക്കുകയാണ്. ഈ ബന്ദിന് യാതൊരു ജനപിന്തുണയും ഇല്ലാത്തത് വ്യക്തമായി കാണിച്ചുകൊണ്ട്. നിങ്ങൾ സീനിയർ നേതാവാണല്ലോ, ഇവിടെ ബന്ദിന് ഒരു പ്രതിഫലനവും ഉണ്ടാക്കിയില്ലല്ലോ, അതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഓട്ടോയും മറ്റു വാഹനങ്ങളുമെല്ലാം സുഗമമായി ഓടുന്നുണ്ട്. കടകളെല്ലാം തുറന്നിരിക്കുകയാണ്, ഹോട്ടലുകൾ തുറന്നിരിക്കുകയാണ്. നേതാവിന് മിണ്ടാട്ടമില്ല. നിങ്ങൾക്ക് ഇത് ഷോക്കായിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ലേഖകൻ. അപ്പോൾ മൂത്ത സംഘി നേതാവ് കൊടി കെട്ടിയിരിക്കുന്ന വടിയുമായി കടയടയ്ക്കൂ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അയാളെ കളിയാക്കിക്കൊണ്ട് ലേഖകൻ പുറകെയും. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ BJP നേതാവിന് ആവേശം വന്നു. ആരും കടയടയ്ക്കാനോ ഒന്നിനും തയ്യാറാകുന്നില്ല. നേതാവ് തിരിഞ്ഞു ഓടുകയാണ്. ലേഖകൻ കളിയാക്കി ചോദിക്കുകയാണ്, ഇത് ബീഹാർ ബന്ദ് തന്നെയാണോ എന്ന്. അവരെല്ലാം അവിടുന്ന് തിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് ലേഖകൻ പറയുകയാണ്, BJP നേതാവ് ബന്ദ് നടത്താൻ എത്തിയതാണ്. എന്നാൽ ഇവിടെ എല്ലാ കടകളും തുറന്നിരിക്കുകയാണ്. ചിക്കന്റെ കട തുറന്നു വെച്ചിരിക്കുന്നു. ഇവിടെ പച്ചക്കറിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും കടകൾ ഉൾപ്പെടെ എല്ലാ കടകളും തുറന്നിരിക്കുകയാണ്. ഇതാണ് ബീഹാർ ബന്ദിന്റെ യഥാർത്ഥ രൂപം. വണ്ടികൾ, ഓട്ടോകൾ എല്ലാം ഓടുന്നു, കടകൾ എല്ലാം തുറന്നിരിക്കുന്നു. എന്നാൽ ബന്ദ് നടത്തുന്ന സംഘികൾ മാധ്യമപ്രവർത്തകനിൽ നിന്ന് പേടിച്ച് ഓടുകയാണ്. ഇവിടെ സംഘികൾ 1000 അല്ല 10000 അല്ല, 2 പേരാണ് ബന്ധുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. അത് ഈ ലേഖിക കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, मिनट अभी हो रहा है जब हम वीडियो रिकॉर्ड कर रहे हैं, लेकिन आपके साथ 10 लोग खड़े नहीं हैं, क्यों? ये आपके कैमरे में हो सकता है। कैमरा घुमा के दिखा दीजिए। यहाँ पे सिर्फ मीडिया वाले दिखेंगे, गाड़ियां भी आ जा रही हैं और आपके साथ मुश्किल से इधर दिखाइए कितने लोग हैं। 1 2 3 4 5 6 7 लोग आपके साथ खड़े हैं, 10 भी नहीं है गिनती से। ഞാനിവിടെ 10 മിനിറ്റായി നിൽക്കുകയാണ്, എന്നിട്ട് ഒരു 10 ആളുകൾ പോലും ഇതിന് പിന്തുണയുമായി എത്തിയില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ ക്യാമറയിൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ലേഖിക പറയുന്നു, ക്യാമറ ചുറ്റും ഓടിച്ചു കാണിക്കൂ എന്ന്. ചുറ്റും നോക്കുമ്പോൾ ഒറ്റ മനുഷ്യനില്ല ഈ ബന്ദിന് പിന്തുണയുമായി. ഇവിടെ മീഡിയയുടെ ആൾക്കാരുണ്ട്, വണ്ടികൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് കഷ്ടിച്ച് 1 2 3 4 5 6 7 പേര് മാത്രമേ ഉള്ളൂ. എണ്ണി നോക്കിയിട്ട് 10 പേര് പോലും ഇല്ലല്ലോ. ऐसा कैसा बिहार? आपका पढ़ाई पूरी तरीके से कमजोर है। आपको पढ़े लिखे हैं, दिल्ली से पढ़ाई करके आए भैया, बात है, लेकिन दिल्ली कमजोर नहीं है। अगर पढ़ाई की रहती तो आपको जानकारी होना चाहिए, बूंद बूंद से तालाब भरता है। ये बूंद है, अभी जन सैलाब आपको दिखाई देगा। ഇത് എന്ത് തരം ബീഹാർ ബന്ദാണ്? അതിന് ആ സംഘി പറഞ്ഞ മറുപടി എല്ലാ സംഘികളും പറയുന്നത് പോലെ തന്നെയാണ്. അവർ വ്യക്തമായി കാണിച്ചു ഇവിടെ 10 പേര് പോലുമില്ല എന്ന്. എന്നാൽ സംഘി പറഞ്ഞ മറുപടി, നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി ബലഹീനമാണ്. അപ്പോൾ ലേഖിക മറുപടി പറഞ്ഞത്, നിങ്ങളെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളല്ല ഞാൻ ഡൽഹിയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നതാണ് എന്ന്. അപ്പോൾ സംഘി പറയുന്ന മറുപടി, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും തുള്ളി തുള്ളിയായി ആണ് കുളം നിറയുന്നത് എന്ന്. ഇത് തുള്ളിയാണ്, ജനക്കൂട്ടം വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. എന്തുകൊണ്ടാണ് ഈ സംഘികളെല്ലാവരും ഇതുപോലെ വെറും മരക്കിഴങ്ങന്മാർ ആവുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഇവരുടെ വലിയ വലിയ ആക്രമണങ്ങളുടെ ചില വീഡിയോകൾ കാണാം. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയെ അവർ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകുമ്പോൾ സംഘിണികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഇവരുടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയെയാണ് ഈ വിവരം കെട്ട മോദിയുടെ സംഘിണി അമ്മമാർ എന്ന് പറയുന്ന ഭ്രാന്ത് പിടിച്ച സ്ത്രീകൾ ആക്രമിക്കുന്നത്. പോലീസ് എത്തിയിട്ട് പോലും അവരുടെ കഴുത്തിൽ കുരുക്കി വലിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഇവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയാകാൻ
വഴിയില്ല. കാരണം സംഘികളുടെ മക്കൾ സ്കൂളിൽ പോകുന്നവർ അല്ലല്ലോ. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ അമ്മമാരുടെ മാനം കാക്കാൻ മോദി നടത്തുന്ന ബന്ദിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന അമ്മയായ അധ്യാപികയുടെ മാനം ഈ സംഘികൾ ഇതുപോലെ കാക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ഇന്ന് പരീക്ഷയാണ്. അതിന്റെ ഹാൾ പേപ്പർ വരെ ആ കുട്ടിയുടെ അച്ഛൻ ഈ നെറുകെട്ട സംഘികളെ കാണിച്ചു. ഇന്ന് പരീക്ഷയാണ്, പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഭാവി അപകടത്തിലാകും എന്ന് പറഞ്ഞ്. എന്നാൽ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞതുപോലെ സംഘികൾക്ക് എന്ത് പരീക്ഷയും വിദ്യാഭ്യാസവും. അവർ ആ കുട്ടിയെ പോകാൻ അനുവദിച്ചില്ല. അത് കരയുകയാണ്. അതിന്റെ പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടപ്പെട്ടു. സ്ത്രീകളുടെ മാനം, അമ്മവങ്ങന്മാരുടെ മാനം മോദി കാക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം. ഈ രംഗം കാണുമ്പോൾ ചങ്ക് തകർന്നു പോകും. അതീവ ഗുരുതരാവസ്ഥയിലായ ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മനസ്സലിവില്ലാത്ത, മനസാക്ഷിയില്ലാത്ത പാറക്കഷ്ണങ്ങളായ സംഘികൾക്ക് ഇത് മനസ്സിലാവുകയില്ലല്ലോ. അവർ അലറിക്കരയുകയാണ്. എന്നാൽ അവരെ എന്നിട്ടും ആശുപത്രിയിൽ പോകാൻ നശിച്ച സംഘികൾ അനുവദിച്ചില്ല. ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്യുന്ന ഇവനൊക്കെ വെള്ളം കുടിച്ച് ചാകാൻ പറ്റുമോ? ഇനി ഇതുപോലെ ഹൃദയഭേദകമായ വേറൊരു രംഗമാണ്. ആശുപത്രിയിൽ ഡെലിവറിക്കായി പോകുന്ന സ്ത്രീയുടെ വാഹനം നെറികെട്ട ഹൃദയമില്ലാത്ത സംഘികൾ തടഞ്ഞിരിക്കുന്നു. അവരെ, അതും പ്രസവത്തിനായി ആശുപത്രിയിൽ പോകുന്ന അവരെ പോകാൻ അനുവദിക്കാതെ. ഈ രാജ്യത്ത് ഇതുപോലെ നെറികെട്ട നശിച്ച ഹൃദയശൂന്യരായ ആളുകൾ സംഘികളിൽ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്. ഡെലിവറിയാണ്, അത്യാവശ്യമായി ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടും ആ മണ്ടൻ സംഘി പോകാൻ സമ്മതിക്കുകയില്ല എന്ന് തീർത്തു പറയുകയാണ്. ഇതാണ് മോദിയുടെ സപ്പോർട്ടേഴ്സിന്റെ സ്വഭാവം. എല്ലാം വെറും പരമ ഡാഷുകളാണ്. ഇവിടെ ഒരു സംഘിക്ക് തന്നെ സംഘികൾ തല്ലുകൊടുത്തു എന്നുള്ളതാണ്. ഇയാൾ പറയുന്നത്, ഞാനും ഹർത്താലിനെ പിന്തുണയ്ക്കുന്ന ആളാണ്, എന്റെ വീടിന്റെ മുന്നിലും തീ കത്തിച്ച് ഞാൻ വഴി തടഞ്ഞു, പക്ഷേ ഒരു സംഘിയായ എന്നെയും സംഘികൾ മർദ്ദിച്ചു എന്ന്. സംഘികൾ എന്ന് പറഞ്ഞാൽ പേപ്പട്ടികളെ പോലെയാണ് എന്ന് ഇത് വ്യക്തമായി തെളിയിക്കുകയാണ്. പേപ്പട്ടികൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. അവർ ആരെ വേണമെങ്കിലും ആക്രമിക്കും, സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ പോലും. ഏതായാലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതേപോലെ സ്വതന്ത്ര പത്രലേഖകർ ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ലോകം അറിയുന്നു. സംഘികളെ കണ്ട് മടുത്തിട്ടാണ് പല ആളുകളും സ്വതന്ത്ര പത്രപ്രവർത്തനവുമായി എത്തിയത്. ഇതോടുകൂടി ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിലും പരിപൂർണമായി മന്ദഭക്തർ ഇല്ലാതാവുകയാണ്. പക്ഷെ സംഘികൾ പറയും തെരഞ്ഞെടുപ്പ് വിജയിച്ചു കാണിക്കൂ എന്ന്. ഇലക്ഷൻ അല്ല, സെലക്ഷനാണ് നടക്കുന്നത് എന്ന് സംഘികൾക്ക് പോലും അറിയാമെങ്കിലും അവരുടെ കുന്നിക്കുരുവിന്റെ വലിപ്പമുള്ള തലച്ചോറ് കൊണ്ട് അങ്ങനെ പറയാനേ അവർക്ക് കഴിയൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മന്ദഭക്തന്മാർ ഇപ്പോഴുള്ളത് കേരളത്തിലാണ് എന്ന് നിസ്സംശയം പറയാം. നോർത്ത് ഇന്ത്യയിലും ഹിന്ദി ബെൽറ്റിലും ഉള്ളവർക്കെല്ലാം കാര്യങ്ങൾ പരിപൂർണമായി ബോധ്യമായിരിക്കുന്നു. എന്നാൽ സംഘികളുടെ ഭരണം അനുഭവിച്ചിട്ടില്ലാത്ത കേരളത്തിലെ മന്ദസംഘികൾക്ക് ഇതുവരെയും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.